കോഴിക്കോട് നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 3 കേസുകളിലായി 1/2 കിലോയിലധികം MDMAയും ബ്രൗൺ ഷുഗറും പിടികൂടി. മംഗളൂരു സ്വദേശിയായ യുവതി ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ 3 മാസം മുമ്പ് MDMAയുമായി പിടിയിലായ ലഹരി വിൽപ്പനക്കാരന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു. പുതുവത്സരാഘോഷം ലക്ഷ്യമിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുന്ന ലഹരി മരുന്ന് തടയുകയെന്ന ദൗത്യത്തിലാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധനകൾ ഊർജിതമാക്കിയിരുന്നു. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സിറ്റി പോലീസും ഡാൻസാഫും വല വിരിച്ചപ്പോൾ കുടുങ്ങിയത് ലഹരി ശൃംഖലയിലെ വമ്പൻ കണ്ണികൾ. മാങ്കാവ് വെച്ച് ലഹരി മരുന്നുമായി 2 യുവാക്കളാണ് പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി മുഹമ്മദ് സിയെ, ജാസം അൽത്താഫ് എന്നിവരിൽ നിന്നും 326 ഗ്രാം MDMA പിടികൂടി. ബംഗളൂരിൽ നിന്നും ലഹരിമരുന്ന് എത്തിച്ച് കോഴിക്കോട് വിതരണം ചെയ്യുന്നവരാണിവരെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് 245 ഗ്രാം MDMA ആണ് പോലീസ് പിടികൂടിയത്. ലഹരിമരുന്നെത്തിച്ച ഫാറൂഖ് കോളേജ് സ്വദേശി ഫാസിർ, മംഗളൂരു സ്വദേശി ഷാഹിദ ബാനു എന്നിവർ പിടിയിലായി. വലിയങ്ങാടിയിൽ വെച്ച് 45 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാൻ അറസ്റ്റിലായി. 27 ലക്ഷം രൂപയോളം വില വരുന്ന ലഹരിമരുന്നാണ് ഒറ്റ ദിവസം കൊണ്ട് പിടികൂടിയത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ ബാംഗ്ലൂരിൽ നിന്നും മറ്റും MDMAയും തുടങ്ങിയ മറ്റ് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വരുന്നതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പരിശോധനയിൽ ഇന്ന് നമുക്ക് 500 ഗ്രാമിലധികം MDMA 2 കേസുകളായിട്ട് പിടികൂടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 50 ഗ്രാമോളം ബ്രൗൺ ഷുഗർ നമുക്ക് പിടികൂടാൻ പറ്റിയിട്ടുണ്ട്. ഇത് വളരെ ചുരുങ്ങിയൊരു ക്വാണ്ടിറ്റി തന്നെ വലിയ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ബംഗളൂരു, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിൽ നിന്നാണ് നഗരത്തിലേക്ക് ലഹരി മരുന്ന് വൻതോതിൽ എത്തിക്കുന്നത്. പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടാനായി സ്ത്രീകളെയും കാരിയർമാരാക്കുകയാണ് ലഹരി സംഘം. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. മയക്കുമരുന്ന് മാഫിയക്കെതിരായ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മയക്കുമരുന്ന് വിൽപ്പനക്കാരന്റെ അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് MDMAയുമായി പിടിയിലായ നരിക്കുനി സ്വദേശി മുഹമ്മദ് ഷഫാന്റെ 1,45,000 രൂപയാണ് മരവിപ്പിച്ചത്. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നവരുടെ സ്വത്തുവകകൾ, വാഹനങ്ങൾ എന്നിവ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.